ഹലോ വീവേഴ്സ്, ഞാനിന്ന് നിങ്ങൾക്ക് അടയ്ക്കാത്തൊണ്ട് വെച്ചിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കുന്ന വിധമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് അടയ്ക്കാത്തൊണ്ട് വേണം. ആ അടയ്ക്കാത്തൊണ്ട് നമ്മൾ നേരത്തെ കാണിച്ച പരുവത്തിലാക്കണം. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ പുറത്തുള്ള കുറച്ച് ഡാർക്കായിട്ട് കാണുന്ന സ്കിന്ന് നമ്മൾ പതുക്കെ നീക്കം ചെയ്യണം. നീക്കം ചെയ്യാനൊരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ അതിൻ്റെ ആ ഒരു എൻഡിങ് പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇതേപോലെ പതുക്കെ ചീന്തി നമ്മൾ എടുത്താൽ അത് സുഖമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഇത് സോഫ്റ്റാക്കി എടുക്കും വേണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വിരിച്ച് വയ്ക്കുക, ഒരു ഫ്ലവറിൻ്റെ പോലെ വിരിച്ച് വയ്ക്കുക. ഇനി വേറൊരു അടയ്ക്കാത്തൊണ്ട് കൂടി നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതിന് ആവശ്യമുണ്ട്. മൊത്തം 2 അടയ്ക്കാത്തൊണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് വേറൊരു അടയ്ക്കാത്തൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ വിരിച്ച് വെക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അതിൻ്റെ ആ ഒരു നമ്മൾ നേരത്തെ എടുത്ത പോലെ ആ ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു സ്കിൻ ഉണ്ടല്ലോ, അത് എടുത്ത് കളയണം. എന്നിട്ട് അതിൽ നിന്ന് 2 സൈഡിൽ നിന്നും കുറച്ച് അതിൻ്റെ ആ ഒരു പോർഷൻ എടുത്ത് താഴത്തേക്ക് വലിച്ചു വെച്ച് ഇതേപോലെ നമ്മൾ ആ ഫ്ലവർ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മളത് കെട്ടി വെക്കണം. ഒരു ഈർക്കിൽ വെച്ചിട്ടാണ് അതിനൊരു സ്റ്റെമ്പ് വേണമല്ലോ, അപ്പോൾ അതിനായിട്ട് ഒരു ഈർക്കിൽ വെക്കുന്നുണ്ട്. ഇനി അതെല്ലാം ഇങ്ങനെ കൂട്ടി പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ തൊണ്ട് അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൂപ്പർ ഗ്ലൂ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെവിക്വിക്കോ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഗമ്മ് വെച്ചിട്ടോ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതെന്ത് ചെയ്യണം, നമ്മൾ ഇതേപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളത് ഒരു ത്രെഡ് വെച്ചിട്ട് നല്ല രീതിയിൽ കെട്ടിയെടുക്കണം. കുറച്ച് മുറുക്കി തന്നെ കെട്ടിയെടുക്കണം, അല്ലെങ്കിൽ അത് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ ആ പൂവിൻ്റെ ആ ഒരു റൗണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ നാരുകൾ എന്തെങ്കിലും പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് വെട്ടി ഒന്ന് റെഡിയാക്കി എടുക്കുക. ഒരു ചെറിയൊരു ഷേപ്പ് നമ്മൾ വരുത്തിയെടുക്കുക ഒരു ഫ്ലവറിൻ്റെ. ഇതേപോലെ ഒരു ടാപ്പ് വെച്ചിട്ട്, ഒരു വൈറ്റ് കളർ ടാപ്പ് നമ്മൾ സ്റ്റെമ്മിലൊക്കെ കൊടുക്കുന്നത് ചുറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ വൈറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ചുറ്റി കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിന് കളർ ചെയ്യണം. അപ്പോൾ കളർ ചെയ്യുന്നതിനായിട്ട് അക്രിലിക് പെയിൻ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിങ്ക് ഷെയ്ഡും ഫസ്റ്റ് 2 കളറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. പിങ്കും യെല്ലോ കളറുമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, അടയ്ക്കാടെ ഒക്കെ തൊണ്ടിന് കളർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു കട്ടിയോട് കൂടിയിട്ട് നമ്മൾ കളർ കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് 1-2 ഡ്രോപ്പ് വാട്ടർ നമ്മൾ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കളർ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ 2 ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ഈ പൂവ് കളർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിങ്കും യെല്ലോ കളറും അപ്പോൾ ഇതേപോലെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഷെയ്ഡ് ചെയ്യാം, നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ചിട്ട്.
2 തരത്തിലാണ് ഞാനിവിടെ പൂവ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പിങ്ക് കളർ കൊടുക്കാത്തവർക്ക് യെല്ലോ കളർ കൊടുക്കാം. നമ്മുടെ ഫ്ലവേഴ്സ് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ജസ്റ്റ് ഒരു മെറ്റാലിക് കളറുണ്ട്, ഒരു റെഡ് മെറ്റാലിക് കളറാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ഷെയ്ഡ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മെറ്റാലിക് കളർ കൊടുക്കുമ്പോൾ ഒന്നും കൂടിയും ആ ഒരു പൂക്കൊക്കെ ഒരു ഷൈനിങ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ. അപ്പോൾ പിങ്ക് നമ്മൾ കളർ ചെയ്തെടുത്ത് ആ ഒരു റെഡ് മെറ്റാലിക് കളർ കൊണ്ട് ജസ്റ്റ് ഒരു ഇത് കൊടുക്കുക, ഒരു ഷെയ്ഡ് കൊടുക്കുക. അതേപോലെ യെല്ലോ കളർ കൊടുത്തെടുത്ത് നമ്മൾ ഒരു ഗോൾഡൻ മെറ്റാലിക് കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ചെയ്ത് നോക്കണം. നമുക്ക് കിട്ടുന്നത് ഒരു സംഭവമാണ് അടയ്ക്കാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.